ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ്, ITI, ഡിപ്ലോമ, അതല്ലെങ്കിൽ ഡിഗ്രി തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസിയിലേക്കല്ല വിളിച്ചിരിക്കുന്നത്, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കാണ് ഇനീഷ്യലി പോസ്റ്റിംഗ്, പിന്നെ അത് 2 വർഷം പാടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ 5 വർഷം വരെ നമുക്ക് വർക്ക് ചെയ്യാം. അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ കാണാം നെയിം ഓഫ് ദ പോസ്റ്റ്, നമ്പർ ഓഫ് വേക്കൻസീസ്, റിസർവേഷൻ, കൺസോൾട്ടേറ്റ് പേയ്മെന്റ്, ദെൻ അപ്പർ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 30/6/2025 ഡേറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക്കലാണ് വരുന്നത്. അതിലേക്ക് ഒരു വേക്കൻസി ജനറൽ കാൻഡിഡേറ്റ്സിനാണ്. ഇതിൽ ജനറൽ കാൻഡിഡേറ്റ്സ് പറഞ്ഞാൽ ഏത് കാറ്റഗറിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് SC/ST OBC ഏത് കാറ്റഗറിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആദ്യത്തെ വർഷം മന്ത്ലി 41,400 പെർ മന്ത് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. രണ്ടാമത്തെ വർഷത്തിൽ മന്ത്ലി കുറച്ചും പാടെ കൂടുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. മൂന്നാമത്തെ വർഷം 45,700 വരെ എത്തും പെർ മന്ത്. അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 33 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ജൂനിയർ സൂപ്പർവൈസർ പെയിൻ്റ് ആണ്. ഇതിലേക്ക് 2 വേക്കൻസി, ജനറൽ 1, OBC 1. പിന്നെ 41,100 പിന്നെ അത് 45,700 വരെ എത്തും. മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് മന്ത്ലി 33 ഏജ് ലിമിറ്റ്. ഇതിന് അടുത്തതും അടുത്തത് ഇവിടെ കാണുന്ന അസിസ്റ്റന്റ് സൂപ്രണ്ടൻ്റ് ആണ്. ഇതിലേക്ക് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് 2 വേക്കൻസിയാണ്, 2 ജനറലാണ്. ഏത് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് 41,400 മുതൽ മൂന്നാമത്തെ വർഷത്തേക്ക് ആകുമ്പോഴത്തേക്ക് മന്ത്ലി നിങ്ങൾക്ക് 45,700 വരെ ലഭിക്കും. ജനറൽ 33, EWS ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അസിസ്റ്റന്റ് സൂപ്രണ്ടൻ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്, ജനറലാണ്. ഇതിൻ്റെയും എമൗണ്ട് അത് തന്നെയാണ് മന്ത്ലി. അതുപോലെ തന്നെ ജനറൽ EWS കാൻഡിഡേറ്റ്സിന് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ റിസർവ്ഡ് വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ജനറൽ EWS എന്ന് കൊടുത്തത് കേട്ടോ. ഓക്കെ, റിസർവ്ഡ് വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതല്ല ജനറൽ വാക്കൻസി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടില്ല കേട്ടോ. റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ കിട്ടില്ല. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ 15 വേക്കൻസി ഉണ്ട്. SC-ക്ക് 1, ST-ക്ക് 2, OBC-ക്ക് 3, EWS 2, ജനറൽ 6, പിന്നെ PWD HH കാറ്റഗറിക്ക് ഒരു വേക്കൻസി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റാർട്ടിങ് ആദ്യത്തെ വർഷം 36,300, രണ്ടാമത്തെ വർഷം 38,200 പെർ മന്ത്, മൂന്നാമത്തെ വർഷം 40,200 പെർ മന്ത് ലഭിക്കും. ഇതിൽ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജനറൽ EWS ആണെങ്കിൽ. ഇവിടെ SC വേക്കൻസിയിലേക്ക്, ST വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിന് OBC വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ്, 10 വേക്കൻസി ഉണ്ട്. ST-ക്ക് 2, OBC-ക്ക് 1, EWS 1, ജനറൽ 4 ഇങ്ങനെയാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ കാണാം, നിങ്ങൾക്ക് മന്ത്ലി സാലറി കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആണ്, 15 വേക്കൻസി ഉണ്ട്. ST-ക്ക് 2, OBC-ക്ക് 2, EWS 1, ജനറൽ 8, പിന്നെ PWD കാറ്റഗറിക്ക് ഓരോരോ വേക്കൻസി ഉണ്ട്. അതിൽ മന്ത്ലി കൺസൾട്ട് പേയ്മെൻറ്റ് കാണാം. 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത നേഴ്സാണ്, മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ജനറലാണ് വേക്കൻസി, ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസി ഉള്ളൂ കേട്ടോ. കൺസൾട്ട് പേയ്മെൻറ്റ് ഇവിടെ കാണാം. 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ സ്റ്റാഫാണ്, 12 വേക്കൻസി ഉണ്ട്. SC-ക്ക് 1, ST-ക്ക് 2, OBC-ക്ക് 2, EWS 2, ജനറൽ 3, പിന്നെ PWD 2 കാറ്റഗറിക്ക് ഓരോരോ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മന്ത്ലി പേയ്മെൻറ്റ് ഇവിടെ കാണാം. ജനറൽ EWS ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസിയിലേക്ക് ഇപ്പോൾ SC/ST ആണെങ്കിൽ അവർക്ക് 41 വയസ്സ് വരെയും 40 വയസ്സ് വരെയും. അതോടൊപ്പം തന്നെ നമ്മുടെ OBC NCL ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ സ്റ്റാഫ് ഡൽഹി ഓഫീസിലേക്ക് 2 വേക്കൻസി ഉണ്ട്. ജനറൽ 1, OBC 1, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇതിൽ OBC വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ, ഡൽഹി ഈ പറയുന്ന. അതുപോലെ OBC NCL കാൻഡിഡേറ്റ്സ് ആണ്, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് റിസർവേഷനെ കിട്ടുള്ളൂ. ഇനി ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്, ഫൈനാൻസ് ഓർ IA ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വേക്കൻസി, OBC 1, ജനറൽ 2, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ഷിപ്പ്രൈറ്റ് ഫിറ്റർ 4 വേക്കൻസി, OBC 1, ST 1, ജനറൽ 2, നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓരോ വർഷത്തോടെ കൊടുക്കേണ്ട, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ സ്ട്രക്ചറൽ ഫിറ്റർ 10 വേക്കൻസിയാണ്, ST 1, EWS 1, OBC 1, ജനറൽ 7, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ വെൽഡർ
8 വേക്കൻസിയാണ്. ST 1, OBC 1, EWS 1, ജനറൽ 4, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. മെഷീനിസ്റ്റ് 4 വേക്കൻസി, OBC 1, ജനറൽ 3, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ സേഫ്റ്റി സ്റ്റിവാർഡാണ്, ഇതിലേക്ക് 4 വേക്കൻസി, OBC 1, ജനറൽ 2, EWS 1, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പെയിൻറ്റർ 8 വേക്കൻസി ഉണ്ട്, ജനറൽ 5, ST 1, OBC 1, EWS 1, ഇങ്ങനെ നമുക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് കോളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജനറൽ EWSൻ്റെ ഏജ് ആണ്. റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അതത് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ OBC ആണെങ്കിൽ 3 വർഷം, OBC NCയിലാണെങ്കിൽ 3 വർഷവും, SC ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി വേണം, അല്ലാതെ ജനറലിലേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. പിന്നെ ഇത് നിങ്ങളടുത്ത് വാലിഡ് ആയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ പോസ്റ്റ് വൈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ജൂനിയർ സൂപ്പർവൈസർ സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആണ്. അപ്പോൾ ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മറ്റു അലൈഡ് ഗ്രൂപ്പുകളിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കാം. 1 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഇപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, വെറും ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള 1 ഇയർ ഡിപ്ലോമ നിങ്ങൾ അതിൻ്റെ കൂടെ പൂർത്തീകരിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതായത് നിങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണം, പ്ലസ് അഡീഷണൽ ആയിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ 1 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമയും ചെയ്തിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ അതിലേക്ക്. ഇനി അടുത്ത ജൂനിയർ സൂപ്പർവൈസർ പെയിൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇതിലേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അഡീഷണൽ ആയിട്ട്. ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ MBA കഴിഞ്ഞവരാണെങ്കിൽ, അതായത് MBA ഫൈനാൻസ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല 2 വർഷം ഡ്യൂറേഷനുള്ള PGDM ഫൈനാൻസ് സ്പെഷ്യലൈസേഷനോടുകൂടി PGDM കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ എങ്ങനെയാണെങ്കിലും 2 വർഷത്തെ എക്സ്പീരിയൻസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണം. ഇനി അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള ബിരുദമാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് കമ്പൽസറി ഒരു ഓപ്ഷനിൽ ഏത് സബ്ജക്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ഇംഗ്ലീഷ് പഠിച്ചാലും മതി, മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ഹിന്ദി ആയിരിക്കണം നമ്മൾ നമ്മുടെ ബിരുദം ഹിന്ദി ആയിരിക്കണം. ആ ഡിഗ്രിയിൽ നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ കമ്പൽസറി സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ടോ ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നതാണ്. മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, ഹിന്ദി ട്രാൻസ്ലേഷനിലുള്ള ഡിപ്ലോമ, ഹിന്ദി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കുള്ള ഒരു ഡിപ്ലോമ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കലാണ്, 15 വേക്കൻസിയാണ്. 3 വർഷം ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അലൈഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ ടേബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഇതിന് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ടെക്നോളജി ആൻഡ് ഇറക്ഷൻ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ വേണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് നേഴ്സ് മെയിലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മിനിമം 2 വർഷം ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിലുള്ള ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടും BSc വേണം നിർബന്ധമില്ല, ഈ ഡിപ്ലോമ ഉണ്ടായാലും മതി കേട്ടോ. ഈ പറയുന്ന നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിലുള്ള ഡിപ്ലോമ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി BSc നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അതോടൊപ്പം തന്നെ അടുത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്, ക്ലറിക്കൽ സ്റ്റാഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അഡീഷണലായിട്ട് ഒരു 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. ഡിഗ്രി നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടാൽ മതി, എനി ഡിഗ്രിയാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു 1 ഇയർ ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷനിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഐ.ടിയിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലോ ഇതിലൊക്കെ നിങ്ങൾ ബിരുദം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതായത് 1 ഇയർ ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ സ്റ്റാഫ്. ഇത് ഡൽഹി ഓഫീസിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം പ്ലസ് 1 ഇയർ ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഐ.ടിയോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ ഐ.ടിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത്തരം ഒരു 1 വർഷം ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ ഡിഗ്രി മാത്രം മതി. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിന് ഓഫീസ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ഓർ ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്.
ഇതിലേക്ക് നിങ്ങൾക്ക് കൊമേഴ്സിലുള്ള ബിരുദമാണ്, ബികോം ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് മതി ഇതിലേക്ക്. അടുത്തത് ഷിപ്പ്രൈറ്റ് ഫിറ്ററാണ്, 4 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെക്കോർ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലുള്ള ആ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതിലുള്ള ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് അതിൽ കൂടുതൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം മേഖലയുമായി ബന്ധപ്പെട്ട്. അടുത്ത സ്ട്രക്ചറൽ ഫിറ്ററാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ആൻഡ് NCVT ആണ്. അതായത് നിങ്ങൾക്ക് ITM വേണം, നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും വേണം. സ്ട്രക്ചറൽ ഫിറ്ററോ അല്ലെങ്കിൽ ഫിറ്റർ ജനറലോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കർ, ഈ പറഞ്ഞ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITIയും വേണം. അതോടൊപ്പം തന്നെ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. രണ്ടും വേണം കേട്ടോ. ITI മാത്രം പോരാ, ITM വേണം, അപ്രന്റീഷിപ്പ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് അഡീഷണൽ ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് വെൽഡറാണ്. വെൽഡറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വെൽഡർ ട്രേഡിൽ ITI പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് മെഷീനിസ്റ്റ് ആണ്. മെഷീനിസ്റ്റിലേക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് സേഫ്റ്റി സ്റ്റുവാർഡാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, പ്ലസ് 1 ഇയർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, അതല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ്റ്റി മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 1 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. പെയിൻറ്ററാണ്. പെയിൻറ്ററിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ മേഖലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പറഞ്ഞല്ലോ, അതിൽ നമ്മൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടത്. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക്. അപ്പോൾ ഇനി ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഡിപ്ലോമയാണല്ലോ ക്വാളിഫിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ ഇല്ലാതെ നിങ്ങൾ BE or BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡിപ്ലോമക്ക് തുല്യമായിട്ട് നിങ്ങൾ BE or BTech വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിപ്ലോമ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ഡിപ്ലോമ മസ്റ്റായിട്ടും വേണം. ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ BE or BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഇല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പരിഗണിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. സെലക്ഷനിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാൻ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, സ്കിൽ ടെസ്റ്റ് ഓർ ട്രേഡ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ആ ഒരു സെലക്ഷൻ മെത്തേഡ് വരുന്നത്. ഇതിൽ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയുള്ള രീതിയിൽ ടെസ്റ്റോ ആയിരിക്കാം. അതോടൊപ്പം തന്നെ റിട്ടൺ ടെസ്റ്റിൽ വരുന്നത് 25% ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതിൻ്റെ വെയിറ്റേജ് ആണ്. 25% ജനറൽ ആപ്റ്റിറ്റ്യൂഡും 75% നിങ്ങളുടെ ട്രേഡ് അല്ലെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അതിൻ്റെ ഏത് യൂണിറ്റ്, അതിൻ്റെ പ്രൊജക്ട് സൈറ്റിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷാ ഫീസ് 200 രൂപയുണ്ട്. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. SC/ST PWD എക്സ് സർവീസ്മാൻ ആയ ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു ഫീസും അടിക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 200 രൂപ ഫീ ആയിട്ട് അടിക്കണം. ഇനി അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സിന് ചില ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിലൊക്കെ വെയിറ്റേജ് ഉണ്ട്. ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആരാന്നുള്ളത് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതായത് അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഈ പറയുന്ന GSL എന്ന് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്ക്. അപ്പോൾ നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഷിപ്പ് ബിൽഡിംഗ് ഏരിയയിലൊക്കെ അപ്രന്റീഷിപ്പൊക്കെ താല്പര്യമുണ്ട്, ഗോവ ഷിപ്പ്യാർഡോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രിഫറൻസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇങ്ങനെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഷിപ്പ് ബിൽഡിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്രന്റീഷിപ്പ് ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലോ അല്ലെങ്കിൽ ഗോവയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷിപ്പ് ബിൽഡിംഗ് എന്താണ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഈ ഗോവ ഷിപ്പ്യാർഡിലെ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പരിഗണിക്കില്ല, അവർക്ക് റിലാക്സേഷൻ ഉണ്ടാവില്ല. അവർക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷനും ഉണ്ട്, നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് നിശ്ചിത വെയിറ്റേജും ഉണ്ട് അഡീഷണൽ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് 2 വർഷം നിങ്ങൾ അഡ്വാൻസ് ട്രെയിനിങ് കഴിഞ്ഞ് ഈ പറയുന്ന ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ 2 വർഷം അഡ്വാൻസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെയും ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കുള്ള, അതായത് ഇപ്പോൾ നമ്മൾ അപ്രന്റീഷിപ്പായിട്ട് കയറിയാൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട് അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ, കാരണം അതിൻ്റെ സാധ്യതകൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികളേക്കും അറിയിക്കുക. അപ്പോൾ നമ്മൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് അവിടെ അപ്രന്റീഷിപ്പ് ആയിട്ടല്ല, നമുക്ക് അഡ്വാൻസ് ട്രെയിനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എൻറോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഗോവ ഷിപ്പ്യാർഡിൽ
അഡ്വാൻസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവരെയും ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആണ്. അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിൽ വെയിറ്റേജും കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആരാണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടൊക്കെ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും എന്താണ് ഈ പറയുന്ന റിലാക്സേഷൻ കൊടുക്കും. ഇനി പ്രീവിയസ്ലി അതായത് 3 വർഷത്തിൻ്റെ ഉള്ളിൽ എന്താണ് അവിടുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 3 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല, അത് അവിടുന്ന് നമ്മളെ ഇറങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികളെയും ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അതായത് നമ്മളിതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടല്ലോ 30/6 പറയുന്നത്. ആ 30/6 നമ്മൾ അവിടുന്ന് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിന്ന് നമ്മൾ മുൻപ് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങിയ ഡേറ്റും നമ്മൾ 3/6/2025 നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല. ഈ 3 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയും അവരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ് ആണ് പരിഗണിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷനും കൊടുക്കും. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിലുള്ള കുറച്ച് വെയിറ്റേജും കൊടുക്കും. അപ്പോൾ നമുക്ക് സ്കിൽ ടെസ്റ്റൊക്കെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കതിൽ സെലക്ഷനിൽ ഇടം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓരോന്നിലേക്കും നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എലിജിബിൾ ആണെങ്കിൽ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ ആദ്യം പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫാണ്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വൈറ്റ് ആണ് കുറച്ചും കൂടെ നല്ലത്. ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. 450 KB കൂടാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം. ഇനി കാൻഡിഡേറ്റ്സ് സിഗ്നേച്ചർ വേണം. അത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം. ഇതിൽ 450 മാക്സിമം ഫയല് സൈസ് പറ്റുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അതിന് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ SSLC വെച്ചാൽ മതി. 500 KB കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്കാൻഡ് കോപ്പി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ എന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ സിംഗിൾ ഫയലാക്കുക. അത് 1 MB കൂടാൻ പാടില്ല കേട്ടോ ഫയൽ സൈസ്. പിന്നെ അതോടെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ടല്ലോ, അതായത് SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന്, EWS ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് എടുത്ത് ഇറങ്ങിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യണം. 500 KB കൂടാൻ പാടില്ല. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ 1 MB കൂടാൻ പാടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ആധാർ കാർഡ് 500 MB KB കൂടാൻ പാടില്ല കേട്ടോ. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അത് കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 12/7/2025 ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 11/8. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 11 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ജൂലൈ 12 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം 9 ജൂലൈ 9 ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്പൺ ആയാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് എവിടെ ലഭിക്കാമെന്നുള്ളത് കാണിക്കാം. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരെ. താഴെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ആണെങ്കിൽ ജസ്റ്റ് ജിയോജിയോളജി ഗൂഗിൾ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്, വർക്ക് ഫ്രം ജോബ്സ്, അതുപോലെ പ്രൈവറ്റ് ജോബ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. വേണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സിൽ ഇവിടെ കാണാം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കാണാം. ഇനി സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൽ കാണാം, അത് ഗോവ ഷിപ്പ്യാർഡ് ഇതിൽ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഗോവ ഷിപ്പ്യാർഡ് ജോബ്സ് 2025 എന്നുള്ള. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് താഴോട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീഡ് മോർ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ പേജിൻ്റെ ഉള്ളിലേക്ക് പോയി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഗോവ ഷിപ്പ്യാർഡ് നിങ്ങൾക്ക് ടൈറ്റിൽ നോക്കിയാൽ മതി. ഗോവ ഷിപ്പ്യാർഡ് ജോബ്സ് 2025 എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പോസ്റ്റ് ഓപ്പൺ ആയി വരും. പിന്നെ അവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അതിലൂടെ അറിയാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 12/7. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12/7 ആണ്. അപ്പോൾ 12/7 ആകുന്ന സമയത്ത് ഞാനിവിടെ അത് അപ്ഡേറ്റ് ചെയ്യും. ഇനി ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് അത് വിട്ടുപോയാൽ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ആ വീഡിയോയുടെ താഴെ, അല്ലെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റായി ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഞാൻ അത് എന്തായാലും ഞാൻ ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും മറന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 12/7/2025 ഞാനത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.